ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആണേ. ഞാൻ ഈ ഇടയ്ക്ക് മീഷോന്ന് ഒരു 5 ചെടിച്ചട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ അതിലൊന്ന് കൈയോടെ തന്നെ ചെടി നടാമെന്ന് വിചാരിച്ചു. സാധാരണ ഈ പണികളൊക്കെ അമ്മയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. കാരണം അമ്മയാണ് ഗാർഡനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ ചെയ്താൽ ശരിയാവില്ലെന്നല്ല, എനിക്ക് ചെടികൾ ടൈം കിട്ടാറില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് അമ്മ തന്നെയാണ് ഇതെല്ലാം ചെയ്യാറുള്ളത്. എനിക്ക് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അമ്മ പറഞ്ഞു തരുന്നുണ്ട് അടുത്തിരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പലയിടത്തും പല രീതിയിലാണ് ചെടി നടുന്നത്. അപ്പോൾ ചോദിക്കും ചെടി നടാൻ രീതികളുണ്ടോയെന്ന്. ഉണ്ട്. ഇവിടെ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ യൂട്യൂബ് നോക്കിയും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാമെന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ ചെടി നടുന്നത്. ഇതിലിപ്പോൾ ചെടിച്ചട്ടിയിൽ നമ്മൾ ആദ്യം തെർമോക്കോളൊക്കെ ഇട്ട് കരിയിലൊക്കെ ഇട്ട് അതിൻ്റെ ബേസ് സെറ്റ് ചെയ്തിട്ടാണ് മണ്ണ് നിറയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തെർമോക്കോളും കരിയിലയൊക്കെ ഇടുന്നത് അതിൻ്റെ വേരിന് കുറച്ച് തണുപ്പ് കിട്ടാനും ചെടിച്ചട്ടിയുടെ മൂട് പെട്ടെന്ന് പൊട്ടിപ്പോവാണ്ടിരിക്കാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഈ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ചെടിച്ചട്ടികൾ നിറച്ചിട്ട് അതിൻ്റെ മീതെ ചകിരിച്ചോറിട്ടിട്ടാണ് നമ്മൾ സാധാരണ ചെടി നടാറുള്ളത്. അപ്പം ചെടി ഒരുപാട് നാൾ നന്നായിട്ട് വിളവ്, അതായത് പൂക്കുകയും നല്ല ഫലഭൂഷ്ടിയായിട്ട് നിൽക്കുകയും ചെയ്യും. അതിനധികം കേട് വരത്തുമില്ല. അതുമാത്രമല്ല, നമ്മൾ കരിയിലയും ചുടുകട്ടപ്പൊടിയും ഈ ചുടുകട്ട പീസുകളും ഇതിലിടാറുണ്ട്. കാരണം വെള്ളത്തിൻ്റെ ഈർപ്പം, നമുക്കിപ്പോൾ 1-2 ദിവസം വെള്ളം ഒഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ വെള്ളത്തിൻ്റെ ഈർപ്പം കൊണ്ട് ചെടി നശിച്ചു പോകാണ്ടിരിക്കും. അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിലും പല ചെടികളും പല രീതിയിലാണ് നടുന്നത്. ഓർക്കിഡൊക്കെ നമ്മൾ തൊണ്ട് വെച്ച് നടാറില്ലേ, അതേപോലെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആന്തൂറിയത്തിലാണ് കൂടുതലും ഈ കരിക്കട്ടയും ചുടുകട്ടയൊക്കെ ഇട്ട് നടാറുള്ളത്. ആന്തൂര്യത്തിന് നല്ല രീതിക്ക് വെള്ളത്തിൻ്റെ ഈർപ്പം വേണം. സാധാരണ നമ്മളിവിടെ തൊണ്ടൊക്കെ വെച്ച് പൊതിഞ്ഞാണ് ആന്തൂര്യം നടാറുള്ളത്. പക്ഷേ ഇപ്പോൾ പ്ലാസ്റ്റിക് ഇതിൽ നടുന്നതുകൊണ്ടും അതിൻ്റെ താഴെ തെർമോക്കോളൊക്കെ ഇടുന്നതുകൊണ്ടും നമുക്ക് തൊണ്ടിൻ്റെ ആവശ്യം വരാറില്ല. അധികം നല്ല തണുപ്പ് കിട്ടും. പിന്നെ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ അധികം ഭയങ്കര ചൂട് വെയിലൊന്നും അടിക്കാറില്ല. അതുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ ഇന്ന് ഈ ഇങ്ങനെ മണ്ണ് മിക്സ് ചെയ്ത് ഈ ചുടുകട്ടയും കരിയിലയും ഈ കരിക്കട്ട ഇട്ടിട്ടാണ് ആന്തൂറിയം നടുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആന്തൂറിയം. ഈ ആന്തൂര്യത്തിൻ്റെ പല കളറുണ്ട്. റെഡ്, റോസ്, പിന്നെ നല്ല ഡാർക്ക് പർപ്പിൾ കളറൊക്കെ ഉണ്ട്. പർപ്പിൾ കളറൊക്കെ ഞാൻ വളരെ റെയറായിട്ടേ കാണാറുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയ തൈ എന്ന് പറയുന്നത് ഒരു പർപ്പിളും ഒരു റോസ് കളറുമാണ്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയാണ് കേട്ടോ നമുക്ക് ഈ ചെടിയുടെ തൈ തന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെടി കൊടുക്കാറും മേടിക്കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൻറ്റി എനിക്കിന്ന് ആന്തൂറിയം തന്നായിരുന്നു. ആന്തൂറിയം നമ്മൾ ഒരിക്കൽ വച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കറക്റ്റ് പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അത് പോയായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് ഇടയ്ക്ക് ഞാൻ വീണ്ടും 2 ഓർഡർ ചെയ്തായിരുന്നു, അതായത് ഈ ചെടിച്ചട്ടി. അപ്പോൾ അതിലെല്ലാത്തിലും കൂടെ അങ്ങ് നടാമെന്ന് വിചാരിച്ചു. ഇനിയും ഒരു 3-4 ചെടിച്ചട്ടി ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ പുതിയ വെറൈറ്റി ഓഫ് തൈ കിട്ടുമ്പോൾ അതിൽ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. വരണോ?